എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു അണ്ടർ ഐ ക്രീം എനിക്ക് സജസ്റ്റ് ചെയ്യും, എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ എങ്ങനത്തെ അണ്ടർ ഐ ഡാർക്ക്നെസ് ആണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് അടങ്ങിയ അണ്ടർ ഐ ക്രീമോ, അതല്ല എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി അടങ്ങിയ അണ്ടർ ഐ ക്രീമോ, അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ വിറ്റാമിൻ സിയോ കോജിക് ആസിഡോ അണ്ടർ ഐയിൽ കുറച്ച് എമൗണ്ട് എടുത്ത് യൂസ് ചെയ്താലും മതി. അതല്ല നിങ്ങളുടെ അണ്ടർ ഐ നല്ല ഷോളോ ആയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിറംസ് യൂസ് ചെയ്യാം, നമ്മുടെ ലോറിയലിലൊക്കെ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ആണെങ്കിൽ റെറ്റിനോൾ അടങ്ങിയ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാം, നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്. അതല്ല നിങ്ങളുടെ സ്കിൻ തിൻ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ പ്രസന്റ്ലി നമുക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നിങ്ങളുടെ സ്കിന്നിന്റെ അടിയിലുള്ള വെയിൻസ് നല്ല പ്രോമിനന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം സ്കിൻ തിന്നല്ലേ, അപ്പൊ സ്കിന്നിന് അടിയിൽ കൂടെ നമുക്ക് വെയിൻസ് പുറത്ത് കാണാം. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വെയിൻസ് ഭയങ്കര കട്ടി ഉണ്ടായിരിക്കും, സ്കിൻ നോർമൽ ആയിരിക്കും, അത് കാരണം ഈ ഒരു പിഗ്മെന്റേഷൻ വരും. ഈ രണ്ട് റീസണിൽ നമുക്ക് സിറമോ ക്രീമോ യൂസ് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ടോട്ടലിൽ പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ നേർക്കൊരു മറക്കേണ്ട.